നമ്മൾ പായസം ഉണ്ടാക്കുകയാണ്. പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. പാലട പായസം അതുപോലെ തന്നെ ചോറും പയറ് തോരനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓണായതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. പയറ് തോരനാണ്. അപ്പുറത്ത് ക്യാബേജ് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പായസം അപ്പുറത്ത് അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓണസദ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പയറ് തോരനും ക്യാബേജും മാത്രമാണോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ രണ്ട് വീട്ടിലും അത്യാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ സദ്യയിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്താനുള്ളൊരു ശ്രമത്തിലാണ്, നല്ലൊരു ശ്രമത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും. പിന്നെ പരിപാടി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല, ഇവിടെ പറൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടിയെല്ലാം പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓസി ഓസി ഉഷാറായ ഓണത്തിന് കോടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിൻഹക്ക് എന്തിയെ ആദ്യേ ഷംസുക്കും സുഫിയാനും സാമ്പാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാനിലാണ് ഓല് രണ്ടാളും ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുഞ്ഞുമോനെ ഓസി എല്ലാവരും റെഡിയായിട്ടോ. അത് പിന്നെ ഫസിലത്തെ സാരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പം ഇപ്പുറത്ത് അയൺ ചെയ്യുന്നുണ്ട്. ഷിറിൽ അയൺ ചെയ്യാണ്. നഷ്വാന് തുണി എടുക്കാനുള്ള തിരക്കിലാണ്. സുഫി മാറ്റിയാലോ, അടിപൊളിയായി. ശരിക്കും ഓണം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആണ് കേട്ടോ. ശരിക്കും നമുക്ക് ആ തിരക്കും ബഹളവും കാര്യങ്ങളും കുട്ടികളും എല്ലാം കൂടെ ആയിട്ടുള്ള ആ ഒരു തിരക്ക് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ പണിയും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു നഷ്വാനൊക്കെ കണ്ട് ആദ്യമായിട്ട് തുണി എടുക്കുകയാണ് കേട്ടെന്ന്. നഷ്വാൻ ഓണത്തിന് വേണ്ടി ഭയങ്കര ഒരുക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഫസിലത്തെ സാരി എടുത്ത് സൂഫിയും എല്ലാവരും കിച്ചണിൽ വന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവിടെ ഉണ്ടാക്കി. എരിശ്ശേരി, ഓലൻ, അവിയൽ, പച്ചടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കി. പിന്നെ ഇപ്പം സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഓസി കണ്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന്. ഓസിയും നഷ്മാനും കൂടെ ഒക്കെ ശരിക്ക് നമ്മളിപ്പോൾ ഇല ഇടാൻ തുടങ്ങി കേട്ടോ. ഇല ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇല വേണമെന്നുള്ള നിർബന്ധമായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. നഷ്വാനെ ഓരോരുത്തരും ഓരോന്നായിട്ട് നമ്മളിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പടം ഉണ്ട്, ഓലനുണ്ട്, ശർക്കരക്കുപ്പേരി ഉണ്ട്, അതേപോലെ തന്നെ ചിപ്സ് ഉണ്ട്, പച്ചടി ഉണ്ട്, കുമ്പളങ്ങ പച്ചടി ഉണ്ട്, ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ പുളിശ്ശേരി, നമ്മുടെ പൈനാപ്പിൾ. എന്താ സോഫിക്ക് തുറന്നിട്ട് കിട്ടണില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു കറക്റ്റായിട്ട് ഓരോരുത്തരും എല്ലാവരും നല്ല തിരക്കിലാണ്. പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം.
മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം. ഇതാ ഇപ്പോൾ ഫുഡെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഒരു വിധമൊക്കെ വിളമ്പി കഴിഞ്ഞു. മിനഹൊക്കെ ഇലയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓസിത പപ്പടവും ചോറും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു വിധമെല്ലാം ഇപ്പോൾ ആക്കി കഴിഞ്ഞ എല്ലാവരും നമ്മളിതാ ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് ഇനി. എന്തായാലും ഇപ്പോൾ സാരിയൊക്കെ എടുത്തതല്ലേ, എല്ലാവരും മാറ്റി ഒരുങ്ങിയതാണല്ലോ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് താഴെ വരെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരിക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോഴുള്ളത്. കറുകതൻ കതിരിലും കരളിലും കവിത മിന്നുന്നുവോ, നീരോളമൊരു തീരാത്ത വരി ചൊല്ലുന്നു കാതിൽ. മതിവരാത്ത പോലെ കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് ഇൻഷാല്ലാ ഇനി നല്ലൊരു ഫാമിലി പിക്ക് വേണം കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഉള്ള ഒരു ഇപ്പം നമ്മൾ 2 ഫാമിലിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇതിലേക്ക് ഒരാളും കൂടെ വരാനുണ്ട്. സൂഫിൻ്റെ കല്യാണമാണ് അധികം വൈകാതെ. അപ്പം അങ്ങനെ ഒരാളും കൂടെയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് പുതിയതായി. എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റു. ഇനിയിപ്പോൾ അടുത്തത് ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ബാലൻസിലുള്ള നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടല്, അതേപോലെ തന്നെ കസേരക്കളി, ഇങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിമ്മിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇന്ന് നടക്കൂല. ഇനി പറ്റുന്ന കുറച്ച് ഗെയിംസ് നമുക്കത് കാണാൻ. നമ്മളിപ്പോ ഫറ വരച്ചതാണ്. പോയി ഫറ വരച്ചപ്പോ പൊട്ടിടാനല്ലേ അപ്പൊ തൽക്കാലത്തിന് പൊട്ടിടാമോ? അമ്മനെ വിളിക്ക. ഇനി ഒന്നും തൊടാൻ പറ്റൂല. നമ്മളെ യൂസഫ്ക്ക പൊട്ടു തൊടുക. യൂസഫ് കാണുന്നു.
ഒന്ന് കറക്കി കൂടി സപ്പോർട്ട് റെഡി ഇവിടെ എല്ലാരും അളന്നാടണ കേട്ടോ പക്ഷേ ഞാനാ ലാസ്റ്റ് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലാസ്റ്റ് സുഫിയാണോ മിക്കവാറും അപ്പൊ ഫറി ഷെറിനോ ലാസ്റ്റ് അല്ലേ കസേര ഇല്ല ഓട് തൊട്ടോ മതി മാർക്കർ തല കുത്തനെ പിടിച്ചനെ അവിടെ മാറണ്ട വരക്കാണ്ട് കുറച്ചുകൂടി മേലെ കണ്ടോ കാണണ്ട ഇതാണ് കസാല അപ്പൊ കറക്ക് ഫസിറ്റാണ് ഇനി അടുത്തത് കൊണ്ട് തൊടുന്നത് ഭാവം കൊടുക്ക് ഫസിത്ത പൊട്ട് തൊടുകയാണ് താഴത്തേക്ക് വരട്ടെ ഒന്ന് നോക്കിക്കോളി ഇതാണ് തൊട്ടോക്കി ബോർഡ് ഇവിടെ താഴത്തേക്ക് വരട്ടെ ഞാൻ പറഞ്ഞിട്ട് വെക്കണ്ട അങ്ങനെ അതും കഴിഞ്ഞിരിക്കാണ് ഫസ്റ്റ് ടച്ചിങ് ഏരിയ നടന്നിട്ടുണ്ട് വല്ലാതെ അളക്കാൻ പറ്റൂല കേട്ടോ എത്ര മതി അല്ലേ ആദ്യം കണ്ടിട്ട് പോലെ വാടോ ചുമരുമ കൊണ്ട കുത്തല്ല ഇങ്ങനെ വരക്കണ്ട നോക്കട്ടെ പാടില്ലട്ടാ അവിടെ അടി കടി അടി ഇവിടെ ആണെങ്കിൽ ഞാൻ കുത്തണിയാ ഇതിന്റെ കൈയിട്ട് അങ്ങനെ ഒരു ഇതിട്ടരാ അല്ല ചിട്ടോ കുട്ടിക്കോ മാത്രം എത്തി ആ വെറുതെ അവിടെ തന്നെ ഈ ഉണ്ടല്ല ഞാനൊന്ന് നോക്കാൻ കൈ വെച്ച കറക്റ്റ് മാർക്കർ എടുക്കും വല്ലാതെ അളന്നോലൊന്നും കറക്റ്റ് ഇട്ടിട്ടില്ല എന്നാ പോലെ കയ്യടിച്ചോളി സുന്ദരി കണ്ണാടൊക്കെ അത് പൊട്ടിട്ടതാ ഓളെ കുത്തിയതാ പുറത്തേക്ക് നീ ആരും
ഫർക്ക് കാണുന്നുണ്ട്. ആ ഒന്ന് താത്തി കാണാം. ആ ഫർക്ക് കാണുന്നുണ്ട്. ആ സുഫിയ മാറ അല്ല കെട്ടിക്കോ. സുന്ദരിന്റെ പ്രൊഡ്യൂസറാണ്. പറ. ഇത് സുന്ദരിയല്ല, രാക്ഷസിയായി പോയി. സുന്ദരന്റെ മുണ്ട് കടിയിട്ട് ചുണ്ടൊക്കെ ഒന്ന് കത്തിക്കാവോ? കാണുണ്ടോ? ആ ബോർഡർ മാറ്റി സാധി. എന്ത് നോക്കിയിട്ട് കാര്യം പോണേ. അത് നേരത്തെ ആണെങ്കിലും വൺ ടു പോയി കംപ്ലീറ്റ് പോയി കുറച്ച് വേല കയറി. ഇതിന് മെച്ചപ്പോ ഞാനാ കണ്ടത്. കഴിഞ്ഞില്ലേ? ഞാന് മുന്നിട്ട് ഇതിലാരാണ് പറഞ്ഞ സുഫിയാൻ താഴെ. ആ സെക്കൻഡ് സംസുക. പിന്നെ 1 2 ആ
അല്ല